ഈശോയെ സ്തുതി, യേശുവെ നന്ദി. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് മെറിൻ. ഞാൻ കോട്ടയം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്ന് വരുന്നു. സംക്രാന്തി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 5 ജൂലൈ 2023 ഇത് ഇപ്പോൾ എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ് ഇന്ന് ഞാൻ പുതുക്കിയത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ OET ക്ലിയർ ആയതിനെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്, ഞാൻ OET ക്ലിയർ ആയതിനു ശേഷം ഞാൻ ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ IQN എന്ന എക്സാം ചൂസ് ചെയ്തു. അപ്പോൾ ആ എക്സാമിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. അപ്പോൾ അതിന് മുമ്പായിട്ട് മാതാവ്, അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു പോന്നു. അപ്പോൾ എനിക്ക് മാതാവ് കൃത്യമായിട്ട് എനിക്ക് വളരെ ആകസ്മികമായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു മകളെ എനിക്ക് കൂട്ടായി തന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ബാംഗ്ലൂരിൽ ഈ IQNൻ്റെ എക്സാം എഴുതാൻ പോയി. അപ്പോൾ എല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അവിടെ വെച്ച് ഞാൻ എക്സാമിന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ പോയി കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ അന്ന് എൻ്റെ കയ്യിൽ പത്രമോ അതുപോലെയുള്ള ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒന്നും എൻ്റെ കയ്യിൽ അന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ജപമാലയെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലീഫ്ലെറ്റായിരുന്നു. അപ്പോൾ ഞാൻ അത് കോപ്പിയെടുത്ത് അവിടെയുള്ള കുറേ പേർക്ക് ഞാൻ അത് വിതരണം ചെയ്തു. അതിനുശേഷം അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാൻ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രദക്ഷിണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാം കഴിഞ്ഞു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞാലും ഏതാണ്ട് 1-2 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്ന് എനിക്ക് പാസ്സായി. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, അതിനുശേഷം അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ ന്യൂസിലാൻഡ് വഴിയാണ് ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിൽ പോയി എനിക്ക് OSCE എന്ന എക്സാം എഴുതണമായിരുന്നു. അതിനായിട്ട് ഞാൻ OSCE എക്സാമിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ ഒത്തിരി സീരിയസ്നെസ് ഒന്നും എനിക്കും അറിയില്ലായിരുന്നു. അതായത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒത്തിരി അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ വ്യക്തത കിട്ടിയത്. അതുകഴിഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ തന്നെ ആ കൂട്ടുകാർ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മാതാവ് തന്നെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ താമസിച്ചിരുന്ന കുറേ പേരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒത്തിരിയധികം ടെൻഷൻ അടിച്ചിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് ഉണ്ട് ഇതിനെല്ലാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ആ സമയത്ത് ഞാൻ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും കൃപാസനത്തെ പറ്റി പറയുകയും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവരുടെ എല്ലാ എക്സാമിനും ഒക്കെ ഞാൻ അവരുടെ നെറ്റിയിലൊക്കെ കുരിശ് വെച്ച് കൊടുക്കത്ത് അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ എക്സാമിനായിട്ട് പോയി. എക്സാമിനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ഒത്തിരിയധികം ടെൻഷൻ അടിച്ചിരുന്ന ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ഒരു ദിവസം ഞാൻ അങ്ങനെ അവിടെ വെച്ച് എനിക്ക് മാതാവിൻ്റെ മഴവില്ല് കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ മഴവില്ല് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതും, ഈ മാതാവിൻ്റെ ആ ഉടമ്പടി മാതാവിൻ്റെ മുൻപിൽ ചെയ്ത ആ ഉടമ്പടി മാതാവ് ഓർക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. പൂർണ്ണമായിട്ടത് എനിക്ക് മാതാവിൻ്റെ പ്രത്യേക ഒരു കൃപയായിരുന്നു. അതിനുശേഷം ഞാൻ എക്സാമിനായിട്ട് പോയപ്പോഴേക്ക് അവിടെയാണല്ലോ എല്ലാ എക്സാമിനേഴ്സും ഗ്രേ കളറിലുള്ള ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും എക്സാം ഓരോ സ്റ്റേഷനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ആദ്യത്തെ ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ ഈശോയെ മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോവുകയാണ്, നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ 3ാമത്തെ സ്റ്റേഷൻ മുതൽ മാതാവ് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ മാതാവ് എൻ്റെ കൈ പിടിക്കുന്നതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാമിനായിട്ട് അടുത്ത ഓരോ സ്റ്റേഷനായിട്ട് ഞാൻ പോയി. അപ്പോൾ ആ സ്റ്റേഷനെല്ലാം പോയപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നിരുന്നാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ട് തന്നെയായിരുന്നത്. പാസ്സാകുമോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പോലും അറിയില്ലായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തെല്ലാം ഞാൻ ഫ്ലൈറ്റിരുന്നൊക്കെ ആണെങ്കിലും എനിക്കൊത്തിരി സങ്കടം വന്ന് ഞാൻ കരഞ്ഞിട്ടാണെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ജനുവരിയിലായിരുന്നു ഈ OSCE നടന്നത്. അപ്പോൾ അതിനുശേഷം
കുറച്ചുകൂടെ പിന്നെ ഞങ്ങളുടെ റിസൾട്ട് മാത്രം കുറച്ച് ഡിലേ ആയിരുന്നു. അങ്ങനെ ഡിലേ ആയി. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവേ, ഫെബ്രുവരിയിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, മാതാവേ എനിക്ക് ആ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരണേ, എനിക്ക് ആ ഓസ്കി പാസ്സാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. അങ്ങനെ കൃത്യം എൻ്റെ ബർത്ത്ഡേ ഇരുന്നത് ഫെബ്രുവരി 10 രാവിലെ തന്നെ എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് ഓസ്കി പാസ്സായി എന്നുള്ളത് മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് സാധ്യമാക്കി കിട്ടിയത്. കാരണം ഞങ്ങൾ ഒരു 60 പേര് എഴുതിയിരുന്നു, മലയാളികളായിട്ടും അല്ലാതെ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആകെ ഒരു 3 പേരോ 4 പേരോ മൊത്തത്തിൽ പാസ്സായിട്ടുള്ളൂ. അതിലൊരാളായിട്ട് ദൈവം എന്നെ ഉയർത്തി. അതിന് ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നീട് വീണ്ടും പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് OETയുടെ റൈറ്റിങ്ങിൽ എനിക്ക് C+ ആയിരുന്നത് ബി ആകണമായിരുന്നു എനിക്ക് വിസ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ വിസ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും റൈറ്റിംഗ് ഒന്നുകൂടെ എഴുതി. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാതാവിൻ്റെ കാശുരൂപവും എപ്പോഴും ഞാൻ കൂടെ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ആ എക്സാമിനും എനിക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് കിട്ടി. മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാതാവ് വളരെ കൃത്യമായിട്ട് വഴിയൊരുക്കി തന്നു. പിന്നീട് ഞാൻ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അതിനായിട്ട് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ആദ്യം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ഇടുക. അപ്പോൾ അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടു. പക്ഷേ മാതാവ് എനിക്ക് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു മാതാവ് എന്നെ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കാരണം ഞാൻ അതിന് മുമ്പായിട്ട് മെയ്യിൽ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ മെയ്യിൽ ഞാൻ വണക്കമാസം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പള്ളിയിൽ പോയി ഓരോ ദിവസവും ഓരോ വണക്കമാസം ചെല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു വണക്കമാസം, അതായത് മെയ് 28 വണക്കമാസം ഞങ്ങളുടെ പ്രാർത്ഥനാ സെല്ലിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ പക്ഷേ മുൻപേ പ്രിപ്പയർ ചെയ്തോ, അതായത് ഓരോ ഭാഗം ഇന്ന ആൾക്ക് വായിക്കണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് വണക്കമാസം ചെല്ലുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിലെ ഒരു സംഭവം എന്നുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എൻ്റെ കയ്യിലേക്ക് തന്നു വായിക്കാനായിട്ട്. അപ്പോൾ ഞാനത് വായിക്കാൻ തുടങ്ങി. ഒരു രണ്ടാമത്തെ സെൻറ്റൻസ് ആയപ്പോഴേക്കും അതിൽ പറഞ്ഞിരിക്കുന്നു ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് എന്നുള്ളൊരു ആ സംഭവത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, നീ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ട് വിത്തിൻ 3 ഡേയ്സിൽ എനിക്ക് അവിടെ നിന്ന് റിപ്ലൈ വന്നു. എനിക്ക് ഇതേ സ്റ്റേറ്റിൽ നിന്ന്, എനിക്ക് ന്യൂ സൗത്ത് വെയിൽസ് എന്ന സ്റ്റേറ്റിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അങ്ങനെ അവിടുന്ന് അവർ അപ്രൂവ് ചെയ്തു. അങ്ങനെ ഞാൻ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. മാതാവിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും വിസയുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ബയോമെട്രിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ഞാൻ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ആ ബയോമെട്രിക്സ് സ്മൂത്തായി പോയി. അതിനിടയ്ക്ക് ഞങ്ങൾ വെക്കേഷനായിട്ട് നാട്ടിൽ വന്നു. ആ വെക്കേഷനായിട്ട് നാട്ടിൽ വന്ന സമയത്താണ് നമ്മൾ മെഡിക്കൽ ചെയ്യുന്നത്. ഈ മെഡിക്കൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ചെയ്തു. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ മാതാവിൻ്റെ ഒരു നല്ലൊരു സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ തരണേ എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മെഡിക്കൽ ചെയ്ത ഉടൻ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഒരു പോസിറ്റീവ് റിസൾട്ടുണ്ട്, അപ്പോൾ വീണ്ടും എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി അധികം ഭയപ്പെട്ടു. മെഡിക്കലിൽ പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒത്തിരി അധികം ഭയപ്പെട്ടു. അങ്ങനെ ഞാനും ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി വിഷമിച്ചിരിക്കുന്നതായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡേയിൽ രാവിലെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫസ്റ്റ് കോളിൽ തന്നെ ഇവിടെ എനിക്ക് ആൻസർ ചെയ്തു അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ളത്.
അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ തന്നെ ഇവിടെ വന്നു. അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് അച്ഛനെ കാണാനുള്ളൊരു ഇത് കിട്ടി. അങ്ങനെ സ്ലോട്ട് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി. അങ്ങനെ ഒരു 7 പേര് 8 പേര് അങ്ങനെ വെച്ചാണ് അച്ഛനെ ഇടയ്ക്ക് കാണാൻ വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ 7 8 പേര് ഞങ്ങളിവിടെ ഫ്രണ്ടിൽ മുട്ടുകുത്തിയതിൽ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവർക്കും കാശുരൂപം തന്നു. അങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നിട്ട് അച്ഛൻ മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു, നീ 41 ദിവസം കഴിഞ്ഞ് എല്ലാം റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പക്ഷേ അന്നേ ദിവസം ഞാൻ അവരെന്നോട് റിപ്പീറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ടുകളെല്ലാം നെഗറ്റീവായി കിട്ടി. ദൈവത്തിന് 1000 നന്ദി. അതിനുശേഷം ഈ അച്ഛൻ്റെ 41 ദിവസം എന്ന് പറഞ്ഞത് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈശോയെ വീണ്ടും 41 ദിവസം പറയുന്നത്? അപ്പോൾ നമ്മൾ ഈ റിസൾട്ടുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്നുള്ളത് അവർ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വീണ്ടും പിന്നെ എനിക്ക് അന്നേരം ലീവ് തീർന്നു. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് അബുദാബിക്ക് പോയി. വീണ്ടും എനിക്ക് തിരിച്ച് വരാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു ഒക്ടോബറോടുകൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതോടൊപ്പം തന്നെ എനിക്ക് ജപമാല റാലിയിലെല്ലാം പങ്കെടുക്കണമെന്നൊക്കെ ഉള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനായിട്ടൊന്നും മുൻകൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാം ദൈവം ക്രമീകരിച്ച് തന്ന് എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലിയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനുശേഷം ആ വരവിൽ തന്നെ എനിക്ക് വീണ്ടും മെഡിക്കൽ ഒന്നുകൂടെ ഞാൻ ചെയ്ത് ഡോക്ടറിൻ്റെ അടുക്കൽ പോയി എനിക്ക് അന്ന് വന്ന റിസൾട്ട് ഇത് ഫോൾസ് പോസിറ്റീവാണെന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വെക്കാനും സാധിച്ചു. ഇത് മാതാവ് ഈശോയും എന്നെ ഒരു വലിയ സഹനത്തിൽ കൂടെ കടത്തിക്കൊണ്ട് പോയതായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഒരു വലിയ സാക്ഷിയാക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാനായിട്ട് തന്നെ ദൈവം എനിക്ക് ഇടവരുത്താനുള്ളൊരു വഴിയായിട്ട് ദൈവം ഒരുക്കി തരുമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ജനുവരി 8-ാം തീയതി എനിക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ ഗ്രാൻഡായി കിട്ടി. എനിക്കും ഫാമിലിക്കും. അങ്ങനെ അതും ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ജപമാലയും അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മാതാവ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് ഇൻ്റർവ്യൂ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഒത്തിരി പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതും വീണ്ടും എനിക്ക് നെക്സ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ആ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് തന്നെ മാതാവ് എനിക്ക് ജോബ് ഓഫർ അതേ ദിവസം തന്നെ എനിക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി പറയുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയതിന്. പിന്നെ അതിനുശേഷം ഞാൻ അതുപോലെ തന്നെ ഇതുപോലെ ഈ സഹനത്തിൽ കൂടെ പോയപ്പോഴൊക്കെ എനിക്ക് വേറൊരു ഇത് തന്ന ദൈവം എൻ്റെ കുടുംബത്തെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കുടുംബത്തെ അതിനായിട്ടെല്ലാം ഒരുക്കി വളരെയധികം സപ്പോർട്ട് കൂടി എല്ലാവരും കൂടെ നിന്നു. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് തന്നെ മാതാവ് മെഡ്ജുഗോറി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ മാതാവ് എനിക്കൊരു കൊന്ത തന്നു വിട്ടു. അത് കറക്റ്റ് ഗ്രേ കളറിലുള്ള മാതാവിൻ്റെ ഒരു കൊന്ത തന്നെയായിരുന്നു. ഇതെല്ലാം മാതാവ് എനിക്കൊരു അടയാളമായിട്ട് തരുമായിരുന്നു. അതായത് നമ്മൾ ആ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കാനുള്ളൊരു ധൈര്യം കൂടുതൽ തരുന്നതുകൊണ്ടാണ് മാതാവിനെ നടത്തിയത്. ഇതിനെല്ലാം ശേഷം പിന്നീട് അതുപോലെ തന്നെ എനിക്കെൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹമായിരുന്നു ബൈബിളിനെ പറ്റി ഒന്ന് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ അതിനും ദൈവം ഇതിന് ശേഷം അതായത് ജോലി കിട്ടുന്ന ആ സമയത്തോടു കൂടി തന്നെ അതിനും ഉള്ള വഴിയെല്ലാം ഒരുക്കി. എനിക്കറിയാവുന്ന ഒരു ചേച്ചി വഴി അത് ഞാനായിട്ട് അങ്ങോട്ട് പറയുകയോ ഒന്നും ചെയ്തതല്ല. ഒരു ദിവസം ഈ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ബൈബിൾ ക്ലാസ്സിൽ ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം തന്നെ ദൈവം ഇങ്ങോട്ട് വന്ന് ചോദിച്ച ഒരു അവസ്ഥയായിരുന്നത്. അപ്പം ഞാനങ്ങനെ അതിനകത്ത് ചേർന്നു. അതും വളരെ സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു 53 ക്ലാസ്സിന് അധികം എനിക്കിപ്പോൾ കൂടാൻ സാധിച്ചു. അതുവഴിയെല്ലാം ഈശോയോട് എനിക്ക് കൂടുതൽ അടുക്കാനും സാധിച്ചു. ഇതെല്ലാം എനിക്ക് ഒത്തിരി അനുഗ്രഹം എനിക്ക് കൃപാസന ഉടമ്പടി വഴി ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും അവിടെയെല്ലാം വെച്ച്
എൻ്റെ കയ്യിലുള്ളത് എന്ത്, അതായത് ഒന്നെങ്കിൽ ആദ്യം ഞാൻ ഐക്യുവിന് പോയപ്പോഴേക്കും ഞാൻ ജപമാലയുടെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു, അത് ഞാൻ അവിടെ കൊടുത്തു. അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ഈ പത്രമായിട്ടും അല്ലെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും പ്രിൻ്റ് എടുത്തതായിട്ട് അല്ലെങ്കിൽ കാശ് രൂപമായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും അനുഭവങ്ങൾ പറയാനും ഒക്കെയുള്ള കൃപ അവർക്കെല്ലാം അവരോടെല്ലാം പറയാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും എനിക്ക് സ്റ്റാറ്റസിൽ, എല്ലാ ദിവസവും അല്ല, നമ്മുടെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനവും സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ, പത്രം പള്ളിയിൽ കൊടുക്കാനും ഇവിടെ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഞാൻ കൊടുക്കാനൊക്കെയുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ടെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ എനിക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നവരായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർക്കുള്ള സഹായം കൊടുക്കുകയും, അതുപോലെ തന്നെ ഞാൻ അറിയാവുന്ന 1-2 അതായത് ഈ വൃദ്ധസദനങ്ങളിലും, അതായത് അതുപോലെ ഒരു ക്യാൻസർ രോഗികളെ നോക്കുന്നൊരു സ്ഥലം കോട്ടയത്തുണ്ട്. അപ്പോൾ അവിടെയുമൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സഹായം ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ എനിക്ക് എന്ന് വെക്കേഷൻ വന്നാലും ഒരു ദിവസമെങ്കിലും അവിടെ പോയി എന്ന് ശുശ്രൂഷ ഒരു ദിവസം ചെയ്യാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. പിന്നെ അബുദാബിയിലായിരുന്നപ്പോഴാണേലും ഓരോ ദിവസം, അതായത് ആഴ്ചയിൽ ഒന്നെന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിൽ അവിടെ വെയിലത്തൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ, അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു 5-10 പൊതി വാങ്ങിച്ചു കൊടുക്കാനുള്ള കൃപ തന്നു. അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതും ദൈവത്തിന് മഹത്വം. ഞാനിപ്പോൾ അവരോട് പറയും ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. അങ്ങനെ അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണമാണ് കൂടുതലും ഞാൻ അല്ലാതെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പള്ളിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും, അതായത് പ്രത്യേകിച്ച് ഹസ്ബൻഡിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഈശോയിലേക്ക് കൂടുതൽ അടുത്ത് വരാനുള്ളൊരു കൃപ ദൈവം തന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാനും പറ്റുന്ന ദിവസങ്ങളിൽ, അതായത് എനിക്ക് ഓഫുള്ള എല്ലാ ദിവസങ്ങളിലും എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തന്നു. അതായത് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇതിലേക്ക് എന്നെ ദൈവം വളർത്തി. അതുപോലെ തന്നെ അവിടെ യുദ്ധമൊക്കെ നടന്ന സമയങ്ങളിലാണെങ്കിലും എങ്കിൽ പോലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോകുന്നത് രാവിലെ എന്ന്. 10-30 കിലോമീറ്റർ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. പക്ഷേ എങ്കിലും ആ സമയത്തൊക്കെ എന്താ പറയുക, ഈശോ വചനങ്ങൾ നൽകി എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ ദിവസങ്ങളിലെല്ലാം കുർബാന കൂടാനുള്ള കൃപയൊക്കെ എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഓരോ നിമിഷവും അനുദിനം കാത്തുകൊള്ളുന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഹിമ, ഞാൻ പള്ളിക്കുന്ന് ഇടവക തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 2025 ഞാൻ ഇവിടെ വന്ന് OET പാസ്സായതിൻ്റെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോയി. ഞാനൊരു കെയറായിട്ടാണ് അയർലൻഡിൽ പോയിരുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഞാൻ 2 വർഷത്തെ കോൺട്രാക്റ്റായിരുന്നു. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ, ഞാനിങ്ങനെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കെയറായിട്ട് പോകാനും സാധിച്ചു. ഈ 2 വർഷത്തെ കോൺട്രാക്റ്റിനുള്ളിൽ എനിക്ക് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ചു പോരണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ OET പാസ്സായി തിരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോകുമ്പോൾ എനിക്ക് 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അവിടുത്തെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ട്, NMBAയുടെ എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ 1 മാസത്തിൽ ഞാൻ നോക്കുമ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഒത്തിരി പഠിക്കാനുണ്ട്. എൻ്റെ 12 മണിക്കൂർ ഡ്യൂട്ടി എന്നെക്കൊണ്ട് എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാനാണെങ്കിൽ ക്ലാസ്സുകളെല്ലാം മിസ്സാക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിയാണ് എനിക്ക് അവസാനം ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപ്പും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാമിന് പോയപ്പോഴാണ് എന്നോട് ചോദിച്ച് എനിക്ക് 14 സ്റ്റേഷനിലും കിട്ടിയിരുന്ന എല്ലാവരും എന്നെക്കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാനും എനിക്ക് ആ എക്സാം ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പാസ്സാവാനും സാധിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നഴ്സിംഗ് ഹോമിൽ തന്നെ എനിക്ക് സ്റ്റാഫായിട്ട് കയറാൻ സാധിച്ചു. എന്നിരുന്നാലും നവംബറിൽ എൻ്റെ ജനറൽ പെർമിറ്റും വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി എനിക്കത് പുതുക്കി തന്നില്ല. ആ നവംബറിൽ തന്നെ അവിടെ നമുക്ക് ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ പെർമിറ്റ് വേണം. അങ്ങനെ ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് ഉണ്ടായിരുന്നു, അതും എക്സ്പയറി ആയി. എനിക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള
പെർമിറ്റും കമ്പനി തന്നില്ല. അപ്പോൾ അവർ പക്ഷേ അവിടെ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ പെർമിറ്റില്ലാതെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവിടുത്തെ അയർലൻഡിലെ HSC ഹോസ്പിറ്റൽ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഒരു വേക്കൻസി വന്നു. അത് മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും തിയേറ്ററിൻ്റെയും ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ എനിക്ക് ICU എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ ഇത് വെച്ച് എനിക്ക് എന്തായാലും തിയേറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാനപ്പോൾ മെഡിക്കൽ സർജിക്കലിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ വാർഡിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തത് മുഴുവനും തിയേറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തിയേറ്ററിലോട്ടാണ് ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പോകാം. അങ്ങനെ ഞാൻ കാശ് രൂപം പിടിച്ച് തൈലം പൂശി ഉപ്പ് കഴിച്ച് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട് സാധാരണ ഇങ്ങനത്തെ HSCയുടെ ഇൻ്റർവ്യൂവിനൊക്കെ എല്ലാവരും നന്നായി പഠിച്ചൊരുങ്ങി എല്ലാം പെർഫെക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ തിയേറ്ററിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും അങ്ങനെ പോയി. അങ്ങനെ കാശ് രൂപം കൊണ്ടുപോയി. അവരെന്നോട് ഒരു 40 മിനിറ്റോളം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചത് മുഴുവനും ICU ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ആൻസർ പറയാനും പറ്റി. അവസാനം ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് അവരെന്നോട് ചോദിച്ചു നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. എനിക്കത് കിട്ടുന്നു ഭയങ്കര ഉറപ്പായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു ഡിസംബർ 23 ചൊവ്വാഴ്ച തന്നെയാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അങ്ങനെ ഓഫർ ലെറ്ററിൽ തിയേറ്ററിലോട്ട് ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തിയേറ്ററും റിക്കവറിയും കണക്റ്റഡ് ആയിരിക്കും. ഞാൻ റിക്കവറി ICU ആണല്ലോ, അപ്പോൾ അവിടേക്കായിരിക്കും എനിക്ക് പോസ്റ്റിംഗ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മളിപ്പോൾ കിട്ടിയാൽ തന്നെ നമ്മൾ ഒത്തിരി നാളൊക്കെ വെയിറ്റ് ചെയ്ത് ലിസ്റ്റിലൊക്കെ കിടക്കും. അതുമാതിരി തന്നെയാണ് അയർലൻഡിൽ നമ്മൾ പാനൽ ലിസ്റ്റിൽ ഒത്തിരി നാൾ കിടന്നിട്ടൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയത് ഡയറക്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പാനൽ ലിസ്റ്റും ഒന്നുമില്ലാതെ അവർ ഡയറക്റ്റായിട്ട് എല്ലാ പേപ്പേഴ്സും എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്കങ്ങനെ ലിസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ പേപ്പേഴ്സൊക്കെ അവർ പറഞ്ഞ ഡേറ്റിനാണ് എല്ലാവരും സബ്മിറ്റ് ചെയ്തു. എല്ലാവരും സബ്മിറ്റ് ചെയ്ത് അവിടുത്തെ പോലീസ് ക്ലിയറൻസും എല്ലാതും കഴിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞെനിക്ക് അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ പെർമിറ്റിന് ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരാം, പക്ഷേ IRP കാർഡ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ IRP കാർഡ് ഓൾറെഡി നവംബറിൽ എക്സ്പയർ ചെയ്താൽ എനിക്ക് IRP കാർഡ് കിട്ടണമെങ്കിൽ എൻ്റെ ഇവിടുത്തെ ജനറൽ പെർമിറ്റ് പുതുക്കി കിട്ടണം. അത് കിട്ടാനും മാർഗ്ഗമില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാം പോയി. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ എല്ലാവരോടും എനിക്ക് അറിയാവുന്നതും അല്ലാത്തതുമായ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു. സൈറ്റിൽ എല്ലായിടത്തും ചോദിച്ചു. ഒന്നിനും ഒരു ഉത്തരമില്ല. IRP കാർഡ് ഇല്ലാതെ നമുക്ക് ഒരു വർക്ക് പെർമിറ്റ് ഇനി അപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നത്. ഞാൻ മെഡിക്കലിന് പോയി. മെഡിക്കലിൽ ഈ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഗോൾവേയിലായിരുന്നു ഹോസ്പിറ്റൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ആണ് എനിക്ക് ജോലി തന്നിട്ടെങ്കിൽ എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് എനിക്ക് ഇവിടെ കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ പോയി. ഞാൻ മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു മഴവില്ല് കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും ഇവിടെ ജോലി കിട്ടും. എനിക്ക് ഇത്രയും വരെ എന്നെ മാതാവ് എത്തിച്ചെങ്കിൽ എനിക്ക് മാതാവ് ഉറപ്പായിട്ടും എനിക്ക് അവിടെ ജോലി തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഒരു കൊന്തയ്ക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനൊരു മെയിൽ ടൈപ്പ് ചെയ്തു. എൻ്റെ എല്ലാ പേപ്പർ വർക്കും എല്ലാവരും കഴിഞ്ഞു. എനിക്ക് ഇനി വർക്ക് പെർമിറ്റിന് മാത്രം അപ്ലൈ ചെയ്യാനുള്ളൂ. എനിക്കത് ചെയ്തു തരാമോ എന്ന് ചോദിച്ച് ഞാനൊരു റിക്വസ്റ്റ് മെയിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് കാശ് രൂപം വെച്ച് ഞാൻ ആ മെയിൽ സെൻഡ് ചെയ്തു. ആ മെയിലിന് റിപ്ലൈ ആയിട്ട് അവരെന്നോട് പറഞ്ഞു നിനക്ക് ഞങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 10 ഒരു ചൊവ്വാഴ്ച തന്നെയാണ് എനിക്ക് അവർ ഓഫർ ലെറ്റർ അതായത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ച് ജോയിനിങ് ഡേറ്റ് മാർച്ച് 16 ജോയിനിങ് ഡേറ്റും തന്ന് അങ്ങനെ ഒരു ചൊവ്വാഴ്ച തന്നെ എൻ്റെ പേപ്പേഴ്സ് എല്ലാവരും സബ്മിറ്റഡായി. ഒരു HSC ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എപ്പോഴും പാനലിസ്റ്റിലും ഒത്തിരി നാൾ 6 മാസം 8 മാസമൊക്കെ വരെ കിടന്ന് അങ്ങനെയാണ് നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടുക. എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് ഡയറക്റ്റായിട്ട് ഒരു ലിസ്റ്റിലും ഇല്ലാതെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. എല്ലാം എൻ്റെ വർക്ക് പെർമിറ്റും കിട്ടി, എനിക്ക് IRP കാർഡും കിട്ടി. അങ്ങനെ ഇന്നലെ എനിക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചു. നമുക്ക് IRP കാർഡ് ഇല്ലാതെ നമുക്ക് തിരിച്ച് നാട്ടിൽ വന്നാൽ തിരിച്ച് പോകാൻ സാധിക്കില്ല. അങ്ങനെ വലിയ അത്ഭുതമായിരുന്നു. ഞാനവിടെ എനിക്കറിയാവുന്ന വേറെയും കുട്ടികളുണ്ടായിരുന്നു. അവർക്കും ഇതുമാതിരി തന്നെ IRP കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലോട്ട് കയറാൻ പറ്റാതെ അവർ ആപ്ലിക്കേഷൻ കൊടുത്തില്ല. ഈ സെയിം ഹോസ്പിറ്റലിലോട്ട് തന്നെ അവർക്ക് IRP കാർഡ് ഇല്ലാതെ കയറാൻ പറ്റാതെ പോയ ഒത്തിരി പേര് എനിക്കറിയാം. പക്ഷേ എനിക്ക് മാതാവായിട്ട് എൻ്റെ ഒരു പെർമിറ്റും ജനറൽ പെർമിറ്റും ഇല്ല, IRP കാർഡ് ഇല്ലാതെ എനിക്ക് ഈ ജോലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഞാൻ എക്സാം എഴുതി പിറ്റത്തെ മാസം തന്നെ ഒരു തടസ്സവും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചതിൽ അപ്പുറം സാലറിയിൽ എനിക്ക് മാതാവ് നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഇതിന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്
എന്നും സമയ ചുരുക്കം എന്നതും എൻ്റെ കാര്യത്തിൽ മാതാവ് എനിക്ക് നടത്തി തന്നു. ഇത്രയും നടത്തി തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അപ്പം ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഇവിടെ അനാഥശാലയിൽ ഭക്ഷണവും പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും പിന്നെ അനാഥശാലയിൽ പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോണതിന് മുന്നേ ഞങ്ങളിവിടെ പത്രം കൊടുത്തു, കുറച്ച് പത്രം ഞാൻ പോയി അവിടെ അയർലൻഡിലും കൊടുത്തു. അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത്. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഹിമ തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകൾ തന്നെ പ്രകടമായിരുന്നു. ഈ മകളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മ നൽകിയത് HSC ഹോസ്പിറ്റലിലെ ലിസ്റ്റിൽ ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ജോലി ലഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കടന്നുപോയ നിരവധിയായ പേപ്പർ വർക്കുകളാണെങ്കിലും മറ്റു കാര്യങ്ങളിലും നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും ഈ മകളുടെ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മ അടയാളം കാട്ടണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്നുള്ളത്. എന്നാൽ ഒരു മഴവില്ലിൻ്റെ രൂപത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോൾ പരിശുദ്ധ അമ്മ അടയാളമായി കാട്ടിയത് ഈ മകളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ICU എക്സ്പീരിയൻസ് മാത്രമാണ് ഈ മകൾക്കുള്ളത്. എന്നാൽ അവിടെ ചെല്ലുന്നത് തിയേറ്റർ എക്സ്പീരിയൻസിലേക്കാണ് വിളിക്കപ്പെടുകയും ചെല്ലുന്നതും. എന്നാൽ അവിടെ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഈ മകളോട് ചോദിച്ച ചോദ്യങ്ങളാണെങ്കിലും ICU സംബന്ധമായ കാര്യങ്ങളായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം തന്നെയായിരുന്നു ഈ മകളുടെ ജീവിതത്തിൽ. അതോടൊപ്പം തന്നെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ പേപ്പർ വർക്കുകളും ജോലിയും എല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുകയും ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനി മാറ്റണമേ എന്നും ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.